ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു തുടങ്ങിയിട്ട് കുറെ കാലമായതാണ്. പരാതിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഹൂ കെയേഴ്സ് എന്നായി. ഇപ്പോൾ കെയർ ചെയ്യുന്ന റിനി എന്തായാലും രംഗത്ത് വന്ന് കഴിഞ്ഞ ദിവസം കാര്യങ്ങൾ തുറന്നു പറഞ്ഞതോടെ അവരുടെ വെളിപ്പെടുത്തലുകൾ സമൂഹത്തിൽ ചർച്ചയായതോടുകൂടി മറ്റ് തെളിവുകളും പുറത്തേക്ക് വന്നു. നമ്മൾ ആ തെളിവുകൾ പുറത്തോട്ട് വിട്ടു. ശബ്ദ സംഭാഷണമടക്കം പുറത്തു വന്നു. ഇതിനെല്ലാം ശേഷം ഒരു ഉച്ചയായപ്പോൾ മാധ്യമങ്ങളെ കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ രാജി ആരും ചോദിച്ചിട്ടില്ല, പിന്നെ രാജി ഞാനൊരു മാന്യനായതുകൊണ്ട് കൊടുക്കുന്നു എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് കൂടിയല്ലേ നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങളുടെ ഒരു രത്ന ചുരുക്കം എങ്ങനെ പറയാം റോഷി? സുജയ പർവതി, എന്തായാലും റിനി ആൻഡ് ജോർജ് എന്ന സിനിമാ താരം നടത്തിയ വെളിപ്പെടുത്തൽ, ആ സധൈര്യം നടത്തിയ ആ വെളിപ്പെടുത്തൽ തന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രാഹുലിന് കുരുക്കാകുന്ന ഈ ശബ്ദ സംഭാഷണം ഉൾപ്പെടെ പുറത്തു വരാൻ കാരണമായത്. ഇന്നലെ രാഹുലിന്റെ പേര് നേരിട്ട് പറയാതെ കൃത്യമായ സൂചനകൾ നൽകിയായിരുന്നു റിനിയുടെ വെളിപ്പെടുത്തലുണ്ടായത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെയോടെയാണ് മറ്റൊരു മാധ്യമപ്രവർത്തക നേരിട്ട ക്രൂരമായ പീഡനത്തിന്റെ തെളിവ് റിപ്പോർട്ടർ പുറത്തുവിട്ടത്. അതിൽ കൃത്യമായി നിർബന്ധിച്ചുകൊണ്ട് ഗർഭഛിദ്രം ചെയ്യാനുള്ള ഒരു ശ്രമം, അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ആ പെൺകുട്ടി അനുഭവിച്ച വേദന, ആ പെൺകുട്ടി അനുഭവിച്ച മാനസികമായും ശാരീരികമായും അനുഭവിച്ച പീഡനങ്ങൾ, അതൊക്കെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നമ്മൾ നടത്തി. അതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതിരോധത്തിലായ പാർട്ടി നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജി ആവശ്യപ്പെടുകയായിരുന്നു. അത് കെ സി വേണുഗോപാൽ തന്നെ ഇടപെട്ടു. ദീപദാസ് മുൻഷിയോട് രാഹുൽ മാങ്കൂട്ടത്തിനോട് എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്ന നിർദ്ദേശം നൽകാൻ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉച്ചയ്ക്ക് 1:30 രാജിക്കത്ത് നേതൃത്വത്തിന് കൈമാറുന്നത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തോ ധാർമ്മികത കൊണ്ട് രാജിക്കത്ത് കൈമാറി എന്നൊക്കെ പറയുന്നതല്ല യാഥാർത്ഥ്യം. അത് കോൺഗ്രസ് നേതൃത്വം തന്നെ ആവശ്യപ്പെട്ടതാണ്. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പദവിയിൽ തുടർന്നാൽ അത് കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലെ കാര്യങ്ങളെത്തി. മാത്രവുമല്ല, യൂത്ത് കോൺഗ്രസിന്റെയും KSUവും ഒക്കെ അവർ പരസ്യമായി നേതാക്കളൊക്കെ രംഗത്തിറങ്ങുന്ന സാഹചര്യം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ രൂക്ഷമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ മറ്റൊരു സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഖിഫിൽ പരസ്യമായി പ്രതികരിക്കുന്നു രാഹുലിനെതിരെ. അങ്ങനെ തുടങ്ങിയ KSU സംസ്ഥാന ഉപാധ്യക്ഷൻ പ്രതികരിക്കുന്നു. അങ്ങനെ നേതാക്കൾ ഒന്നൊന്നായി സാമൂഹ്യ മാധ്യമത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടതോടെ കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലായി കൂടുതൽ വൈകിയാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന്. മാത്രവുമല്ല, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുമുമ്പാണ് തെരഞ്ഞെടുപ്പിൽ എതിരാളികൾക്ക് ഒരു ആയുധം നൽകൽ കൂടിയാകും രാജി വൈകിപ്പിച്ചാൽ എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹൈക്കമാൻഡ് രാഹുൽ മാങ്കൂട്ടത്തിനോട് എത്രയും പെട്ടെന്ന് പദവി ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിൽ മുറിയടച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങി ഇതാ 1:30 രാജിക്കത്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞത്. പക്ഷേ ഏറെ നേരത്തെ തന്നെ കത്ത് കൈമാറിയതാണ്. ഏതായാലും അതാണ് വാർത്തയാക്കുന്ന ചെറിയ കാര്യങ്ങൾ. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ട മറ്റൊരു പ്രസക്ത ഭാഗം. TV പ്രസാദ് കൂടി നമുക്കൊപ്പമുണ്ട്. TV പ്രസാദ്, ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ചെറിയ കാര്യമായിരിക്കും. കാരണം ചാറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതുമൊക്കെ അത് പൊതുസമൂഹം അങ്ങനെയല്ല കാണുന്നത് എന്നത് കൂടി ഇപ്പോൾ ബോധ്യമായി കാണുമല്ലോ അല്ലേ? ഉറപ്പായും അത് തന്നെയാണ്. അതായത് കഴിഞ്ഞ 2 ദിവസങ്ങളായി, ഇന്നലെ വൈകിട്ടാണ് ഒരു യുവനടി ഇത് സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തൽ പ്രധാനമായും നടത്തിയത്. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് ആ സമൂഹം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ തുറന്നു പറച്ചിലിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, അതിൽ ഏറെ ഗൗരവമായുള്ളത് VD സതീശനോട് ഇക്കാര്യമെല്ലാം പറഞ്ഞിട്ടും അതിലും ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇന്നാണെങ്കിൽ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യം VD സതീശൻ തന്നോട് ചോദിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ സുജയ, അതിലും ഒരു പ്രശ്നമുണ്ട്. അതായത് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭരണഘടനാ പദവിയുള്ള ഒരു പദവിയാണ് ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്. ഒരു യുവനടിയിൽ നിന്ന്, പ്രത്യേകിച്ച് അവർ മകളെപ്പോലെ കാണുന്ന ഒരു പെൺകുട്ടിയിൽ നിന്ന് ഇങ്ങനൊരു മോശം അനുഭവം ഉണ്ടായിട്ട് അതൊരു വെറും മെസ്സേജ് എന്ന രീതിയിലാണ് പ്രതിപക്ഷ നേതാവ് അതിനെ കണ്ടത് എന്നുള്ളതും ഏറെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. എന്തായാലും ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു രാജി പ്രഖ്യാപനം എന്നുള്ളത് താൻ എന്തോ നിർബന്ധിച്ചിട്ട് ചെയ്യുന്ന ഒരു രാജിയാണ്, അല്ലെങ്കിൽ താൻ സ്വയം ഇങ്ങനെ തയ്യാറാവുകയായിരുന്നു രാജിക്ക് എന്ന നിലയിലാണ് രാഹുൽ മാങ്കൂട്ടം പറയാൻ ശ്രമിച്ചത്. പക്ഷേ അതായിരുന്നില്ല കാര്യം എന്ന് ഇന്നലെ മുതലേ തന്നെ കേരളത്തിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ നിന്ന് സംസ്ഥാന നേതാക്കൾ, കേന്ദ്ര നേതാക്കളെ ഇന്നലെ തന്നെ ബന്ധപ്പെട്ടിരുന്നു. രാവിലെ മുതൽ പേര് സജീവമായി പ്രതിഷേധം രൂക്ഷമായതോടുകൂടി എത്രയും വേഗം രാജി ചോദിച്ചു വാങ്ങിക്കാനുള്ള നിർദ്ദേശം AICCയിൽ നിന്ന് വരികയും അതനുസരിച്ചാണ് പിന്നീട് രാജി വയ്ക്കേണ്ടതായും വന്നത്.